ഹായ്. കന്യാ കണ്ണൻ്റെ നന്ന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. ഞാൻ ഈ പെൺകുട്ടിയുടെ വിഷയം ഇനി എടുക്കില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, വെറും ഡ്യൂപ്ലിക്കേറ്റ് അടിയാണ്. മാത്രവുമല്ല, നമ്മളിത് പറയാമെന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് രണ്ടുണ്ട് കാര്യം. ഈ അയിത്തം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിട്ട് ഒരുപാട് കാലഘട്ടമായി ഭരണഘടനയിൽ അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിവോ നീക്കി നിർത്തലോ പാടില്ല എന്നുള്ളത്. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ അത് അയിത്തമാണോ അല്ലെങ്കിൽ അവരുടെ ആചാര രീതികളുടെ ഫോളോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഹിന്ദുമത വിശ്വാസത്തിനെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നത് അവർക്കാണ്. ബാക്കിയുള്ള മതങ്ങൾക്കൊക്കെ തന്നെ ധാരാളമായിട്ട് ഇത് കൊടുക്കുന്നു. അപ്പം എനിക്കിത് മനസ്സിലായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടുതലുള്ളത് ഹിന്ദു മതവിശ്വാസത്തിലായതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ ധരിക്കുന്നത്. രണ്ടാമത്, നമ്മൾ ഈ ക്ഷേത്രപ്രവേശനവും ക്ഷേത്രത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ തന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം മനുഷ്യനെ താഴ്ന്നതെന്നും മേൽന്നതെന്നും ഒക്കെ ഉള്ള വേർതിരിവ്, ഇതിനൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ചിലരുടെ വിശ്വാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോർമൽ ഒരു മുസ്ലിം കുടുംബത്തിൽ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. മുൻപത്തേറെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു സ്പെഷ്യൽ റൂം ഉണ്ടാകും. ആ റൂമിലായിരിക്കും ഞങ്ങളൊക്കെ പ്രെയർ ചെയ്യുക. മിക്ക വീടുകളിലും ഉണ്ട്, ചില വീടുകളിൽ ഇല്ല. മിഡിൽ ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാവത്തില്ല. അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവർ ഇപ്പോൾ വീട് പണിയുമ്പോൾ ഒരു മുറി സെപ്പറേറ്റ് ആയിട്ട് അതിനുണ്ടാക്കി വെക്കും. അത് അവരുടെ പ്രെയർ റൂമാണ്. അതിനകത്തേക്ക് വേറെ ആരും അങ്ങനെ വന്ന് അതിക്രമിച്ച് കടക്കുകയോ ചെയ്യുകയോ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ സിസ്റ്റങ്ങൾ അവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ അനുഭവമുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അതൊരു അയിത്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അയിത്തം. അപ്പോൾ അത് ഓരോ വീടുകളിലും ഉണ്ടാവും. അവർക്ക് ചില നിഷ്ഠകൾ, ആചാരങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കി മാറ്റി നിർത്തുകയാണ് വേണ്ട. പിന്നെ ഈ ശുദ്ധി കലശം പോലുള്ള കാര്യങ്ങളൊക്കെ ഫേക്കാണ്, അത് ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ വിഭാഗത്തിനെ കൊണ്ടെത്തിക്കുകയും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യാനുള്ള ഒരു കുടില തന്ത്രം മാത്രമാണ് ഈ സ്ത്രീ പ്രയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഇപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലംഘനം വരുമ്പോൾ ഈ മതവിശ്വാസത്തിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. ആ മതവിശ്വാസത്തിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇസ്ലാമിയർ തന്നെ, ഇപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുവായി നിൽക്കുന്ന ഇസ്ലാമിയരാണ്, അവരെ കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് നിർത്തി അവരാണിത് ചെയ്യിക്കുന്നതെന്നൊരു ടേം വരും. അതിന് കാരണക്കാരിയാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി. ഒരു കാരണവശാലും ആ പെൺകുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിയരായിരുന്നാലും ശരി തന്നെ അവരായിരുന്നല്ല. അതായത് ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രശ്നം വരാം, തർക്കം വരാം. ആ തർക്കത്തിന് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ശബരിമലയിൽ നടന്നതുപോലുള്ള ഒരു ഇഷ്യൂ വരാം. സെൻസിറ്റീവായ പോർഷൻസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലുക സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിടിച്ച് ജയിലിലെങ്കിലും ഇടുക. അറ്റ്ലീസ്റ്റ് ഗുരുവായൂർ ക്ഷേത്രം എന്നല്ല, ഏത് ക്ഷേത്രത്തിലും നിങ്ങൾ ഭക്തിയോടുകൂടി പോവുക. അവിശ്വാസികൾ പ്രവേശിക്കരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം നാവായിക്കുളത്ത് അങ്ങനെയാണ്. അന്യമതസ്ഥർ എന്ന് എഴുതാറില്ല, അവിശ്വാസികൾ പ്രവേശിക്കരുതെന്നാണ്. അത് കറക്റ്റായ ഒരു ഫോമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തടത്ത് നിങ്ങൾ കുത്തിക്കയറണ്ട. ഇനി ഈ പെൺകുട്ടിക്ക് വിശ്വാസമുണ്ടെന്നാണെങ്കിൽ അവൾ ആ പറഞ്ഞ രീതിയിൽ മതം സ്വീകരിച്ചിട്ട് അതിനകത്തേക്ക് പോകട്ടെ. അങ്ങും ചാടി ഇങ്ങും ചാടി രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയാൽ രണ്ടിടത്ത് പോകുമ്പോൾ കീറി അങ്ങോട്ട് പോകും, നടുക്കടലിലോട്ട് വീഴുകയും ചെയ്തു. രണ്ടും ചാൻസ് ഉണ്ട്. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിന് അവരുടെ പേരൻസിനെ ടാർഗറ്റ് ചെയ്യുകയില്ല, വേറെ നിവർത്തിയില്ല. അവിടെയുള്ള മഹല്ല് മെയിനായിട്ട് ഇടപെട്ട് ഈ പെൺകുട്ടി ഇനി ഒരിക്കൽ കൂടെ അമ്പലത്തിൽ പോയാൽ അച്ഛനെയും അമ്മയും അടക്കാൻ ഉള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്ന് മഹല്ല് കമ്മിറ്റിക്കാർ സ്ട്രോങ് ആയിട്ട് പറയുക. അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാവും. കാരണം ഒരു ഡെഡ് ബോഡിയുടെ അവകാശമാണ് ഇന്ന സ്ഥലത്ത് എനിക്ക് അടക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അവിടെ അടക്കിയേ പറ്റുള്ളൂ. പക്ഷെ അവർക്കത് പറയാം. കാരണം ആ മഹലിലുള്ള ആൾക്കാർ അവർ വരി കൊടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു പോർഷനാണ് ആ ശ്മശാനം. അത് അവർക്ക് കൊടുക്കണമെന്നത് പൊതു ശ്മശാനമല്ല, പള്ളി വകയാണ്. അപ്പോൾ അവിടെ വേണ്ട എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ നിയമത്തിൻ്റെ സാധുതകളിൽ കൂടെ സഞ്ചരിച്ചിട്ട് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പള്ളിയിൽ നിന്ന് ഇവരെ പുറത്താക്കുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം. അതിനെതിരെ ഒരു രീതിയിലും ഒരു അലിഗേഷൻസും ഇല്ല. എത്ര എക്സുകൾ കിടന്ന് എത്ര കുരച്ചാലും അത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലി പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു വിഷയത്തിൽ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്നുള്ളതാണ്. ഇവൾ ഈ കാണിക്കുന്ന പട്ടാ നാടകം. ഈ പെണ്ണിന് ഭ്രാന്താണ്.
ഇവളുടെ ഈ നാടകത്തിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക. കാരണം ആ സ്ത്രീക്ക് യാതൊരു രീതിയിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ല. എമ്മാതിരി എല്ലാം പറഞ്ഞാലും ഇവളുടെ ലൈവ് സെക്ഷൻ പോയി കാണുക. എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, അത് കണ്ടിട്ട് പിന്നെ ഒരു ലൈവ് ഇടാൻ തോന്നുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം, നമുക്കൊരു ലൈവ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ എന്തെങ്കിലും. ഒരു വിഷയവുമില്ലാതെ ഇങ്ങനെ ഇരുന്ന്, അതായത് ഒരു എന്താ പറയുക, റെഡ് സ്ട്രീറ്റ് വനിതയായിട്ട് അവൾ അതപ്പതിച്ചിരിക്കുക. അങ്ങനെയുള്ളൊരു പെണ്ണിനെ തിരുത്താനാകത്തില്ല. ഇവളിപ്പം ഞാനിപ്പോൾ ചവന്ന് കൈ മുറിക്കുന്നു, കാല് മുറിക്കുന്നു, മോങ്ങുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ സ്ട്രിക്റ്റ് ആക്ഷൻ ഇൻഡീഡ്. ഇവളുടെ ഭർത്താവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ശിശു സംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കണം. കുട്ടികളെ അവളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അവളുടെ പേരൻസിനെ അവളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇതിനെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടണം. അതല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. വ്യക്തതയോടുകൂടി ഒന്നും കൂടെ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇവൾ ഇടിച്ചു കയറുമ്പോൾ സ്വാഭാവികമായും അവിടെ ശുദ്ധികലശം നടത്തും. ശുദ്ധികലശം നടത്തുന്നവരെയും അത് നടത്താൻ തീരുമാനിക്കുന്നവരെയും പോലീസ് പിടിക്കും. കാരണം നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒന്നാണ് അയിത്തം എന്ന് പറയുന്ന സംഗതി. അയിത്തം, ഇതുപോലെ നീക്കി നിർത്തൽ, ഇതൊക്കെ നിയമം മൂലം നിർത്തലാക്കപ്പെട്ട സംഗതികളാണ്. അത് ആവർത്തിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അതിനെതിരെ ഈ പറയുന്ന യുക്തിവാദികൾ കംപ്ലൈന്റ് കൊടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള അധികാരികൾക്കും ഇതുപോലെ കേസ് വരും. ഇപ്പൊ ഈ കൊടുത്ത കേസിന്റെ ഡബിൾ കേസ് അപ്പുറത്ത് വരും. അപ്പൊ എന്താ, സ്വാഭാവികമായും അവർക്ക് ഈ പെണ്ണിനോട് വൈരാഗ്യം വരും. ഈ പെണ്ണിനെയല്ലല്ലോ അവർ കൺസേൺ ചെയ്യുന്ന, ഈ പെണ്ണിന്റെ മതത്തിനെയല്ലേ. അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മുസ്ലിങ്ങളെ ആയിരിക്കും. 100% കലാപമുണ്ടാക്കണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മാത്രം ചെയ്ത ഈ വൃത്തികേട് സ്റ്റോപ്പ് ചെയ്യാൻ ഇരുന്ന് ചിന്തിക്കണം. രണ്ട് വിഭാഗത്തിലെയും ആൾക്കാർ ഇരുന്ന് സംസാരിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ പെണ്ണ് കാരണം കേരളത്തിൽ ഇല്ലാത്ത കലാപം ഉണ്ടാകും. ഇത് എത്ര പ്രാവശ്യം പറയണു. പിന്നെ ഈ പേടിപ്പിക്കൽ, അതാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായി ഈ കുട്ടിയെ നിയമപരമായി പൂട്ടുക. ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്നവരെ 3 മാസം ജയിലിലിടണം. ഇത് 1 വട്ടമല്ല, 2 വട്ടമല്ല, 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പം മെൻ്റലി പ്രശ്നമുണ്ടെന്ന് പൈങ്കുളത്ത് കൊണ്ടുപോയി കറണ്ട് അടിപ്പിച്ചു കൊടുക്കണം. 1. 2, ഇതിനെ ഭ്രാന്താശുപത്രിയിൽ പിടിച്ചിടുക മാത്രമല്ല 3 മാസം ജയിലിലും ഇടണം. ജയിലിടുക എന്ന് പറഞ്ഞാൽ ഇനി മേലി കയ്യോ കാലോ മുറിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് അത്. 2, ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഷോക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു തിരിച്ചറിവുണ്ടാകും. 3ാമത്തെ എന്തെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കസ്റ്റഡി അത് അവളിൽ നിന്ന് മാറ്റണം. കാരണം എപ്പോഴും ചാകണമെന്ന് ചിന്തിക്കുന്ന ഈ നാറിയുടെ കയ്യിൽ ആ കുട്ടികൾ എങ്ങനെ സേഫ് ആകും? ഒരിക്കലുമല്ല. ഇനി ഇവൾ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇവളെ കൂടെ സഹകരിക്കുന്നവരെയും പുറത്താക്കുക. ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. ഞാൻ മനസ്സിലായ സൊല്യൂഷനാണ് പറഞ്ഞത്. ബാക്കി തീരുമാനിക്കേണ്ടത് കൊയിലാണ്ടിക്കാരാണ്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വളക്കൂറുള്ള മണ്ണ്. ഞാൻ 100 വട്ടം പറയും, കോഴിക്കോടുകാരാണ് ഈ ജന്തുക്കളെ വളർത്തുന്നത്. ഇവറ്റകൾക്ക് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട സമയത്ത് ആപ്റ്റായി കൊടുത്താൽ ഇത്തരത്തിലുള്ള വൾഗാരിറ്റി ഇവിടെ ഉണ്ടാവില്ല. മതമില്ലാതെയും മതമനുസരിച്ചും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശം അവരവരുടെ അവകാശ പരിമിതിയിൽ നിർത്തുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് മതബോധമായിരുന്നാലും ശരി, മതമില്ലായ്മയായിരുന്നാലും ശരി, എത്തിസമായിരുന്നാലും ശരി, എന്ത് വാഴയായിരുന്നാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ടെങ്കിൽ അത് 100% സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഈ പെണ്ണിന് നല്ല പീരാന്ത് അല്ലാതെ ഒന്നുമല്ല. വല്ലതും പറഞ്ഞപ്പോൾ അവൾ എന്നെയും എൻ്റെ കൊച്ചിനെയും ചേർത്ത് പറയും. ഇപ്പം അവൾ പറഞ്ഞൊരു വീഡിയോ നമുക്ക് ഇവിടെ കേൾക്കാം. മയ്യത്ത് ഏതായാലും ഉമ്മനോട് പറയാൻ പാപ്പാനെ കാണിച്ചു കൊടുക്കണ്ടെന്ന്. എല്ലാവരും എന്നെ വരക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് എന്താണ് അവൾ പറയണത്? അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്ക് അറിയാൻ വയ്യാന്ന്. കഷ്ടടാവുകയെ, നിനക്കറിയില്ല എന്താ തെറ്റെന്ന്. ഇപ്പോൾ ഞാൻ പോയി ഇവളുടെ ആ മഹലിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ഞാൻ പോയിരുന്നു. കൊയിലാണ്ടിയിൽ എൻ്റെ വണ്ടി കണ്ട ഉടനെ ഇവളുടെ വീട് എവിടെയാണ്, എന്താണ്, ഇവൾ 1 കോടി രൂപയുടെ വീട് വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണാർത്ഥമായി ഞാൻ കോഴിക്കോട് പോയിരുന്നു. അപ്പോഴും തന്നെ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു. ഞാൻ അവളെ അടിക്കാൻ കയറി, അവളെ പിടിച്ച് വലിച്ചിറക്കി തല്ലിയെന്ന്. ശുദ്ധ നുണയാണ്, ഞാൻ കണ്ടിട്ടുമില്ല. 2ാമത്തെ കാര്യം, ഇവളുടെ കുഞ്ഞുങ്ങളുടെ കേസ് ഞാൻ വായി തുറന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടികളെ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അടുത്ത ഷൂട്ട്. 3ാമത് 15 വയസ്സുകാരൻ എൻ്റെ ഇളയ വാവയും മൂത്ത കുട്ടിയും
മൂത്തമോന് 27 വയസ്സുണ്ട്. ആ കുഞ്ഞും അവളും രണ്ടുപേരും ഇൻസ്റ്റയിൽ കൂടെ അവളെടുത്ത് സെക്സ് ചാറ്റ് നടത്തിയതിൻ്റെ പ്രൂഫ് അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ നിരന്തരം പല വാഴകൾ പലയിടത്തിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ കുട്ടികൾ അവർക്ക് ഇതയച്ചു. ഞാനപ്പം വെല്ലുവിളിച്ചു, ഇൻസ്റ്റ ID ഉള്ള എൻ്റെ മക്കൾ ഒരു മെസ്സേജ് അയച്ച് നീ കൊണ്ടുവന്ന് കാണിക്കാൻ. അതൊന്നുമില്ല. പക്ഷെ തെറി വിളിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കൂടെ ഇരുന്ന താടിക്കാരനെയും വെച്ചിട്ട് പച്ച തെറിയാണ് വിളിച്ചത്. എന്തെല്ലാം മോശം പറഞ്ഞു. ഞാനും എൻ്റെ മകനും തമ്മിൽ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അത് പിന്നെ അതിൻ്റെ കൂടെ ജാമിത എന്ന് പറയുന്ന ഏറ്റവും കൊടിയ വിഷവും അവളെ കൂടെ ചേർന്നിട്ട് പിന്നെയും തെറി വിളിയായിരുന്നു. ഇത് ഇത്രയും ചെയ്ത ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അതൊന്ന് കേൾക്കട്ടെ. വസ്തുതാപരമായി കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് ഈ രണ്ടുപേർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ വ്യക്തി അധിക്ഷേപത്തിനോ കുടുംബ പാരമ്പര്യത്തിനോ ഒന്നും ഞാൻ വന്നിട്ടില്ല. എനിക്കിതൊന്നും അറിയുക പോലും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ചെയ്ത്തുകൾ കൃത്യമായി മനസ്സിലാക്കി ഞാൻ പബ്ലിക്ക് കൊടുത്തു. അതല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണോ നിങ്ങൾ ഇത്രയധികം വൾഗാരിറ്റി പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ എത്ര വട്ടം ആത്മഹത്യ ചെയ്യണം? ഞാൻ പ്രസവിച്ച, ഞാൻ പാലൂട്ടി വളർത്തിയ എൻ്റെ പൊന്നുമകൻ എൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രാണവേദന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നീ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലാകുന്നില്ലേ? അതും പോകട്ടെ, ശരി, നിന്റെ സ്പീഡിൽ നീ അത് പറഞ്ഞൊന്നുമില്ല. ഒന്നും അറിയാത്തൊരു പാലവനാണ് അവൻ. വിവാഹം പോലും ആയിട്ടില്ല. ആ കുട്ടി നിനക്ക് മെസ്സേജ് അയച്ചൊന്നും നീ അവനെ എന്തോ കഴിവേറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞു. ഇവളുടെ കയ്യിൽ 10 or 18 കേസുണ്ട്. പെണ്ണ് ഇതുപോലെ തന്നെ ആരൊക്കെ അവളെ പിടിച്ചു, കെട്ടിപ്പിടിച്ചു, മറ്റേത് പിടിച്ചു. 13 വയസ്സിൽ തൊട്ട് ഈ പെണ്ണ് പരാതികൾ കൊടുക്കുകയാണ്. 6 വയസ്സോ 13 വയസ്സൊക്കെയാണ്. അന്നോട്ട് കൊടുക്കുകയാണ് പരാതികൾ. അപ്പം നിരന്തരമായി എത്രയോ പേര് 18ഓളം കേസുകൾ, 18ഓളം കേസുകൾ തന്നെ, ഈ കേസുകളൊക്കെ തന്നെ കോടതിയിൽ തള്ളിപ്പോയി. തെളിവുകളുടെ അഭാവത്തിൽ കോടതിയിൽ തള്ളിപ്പോയ ഈ പീഡന കേസുകളാണ്. 18ഓളം പീഡന കേസുകൾ ഇവളും ഇവളുടെ മകളുടെ പേരിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. കാരണം ഒരിക്കലും സംഭവിക്കാത്ത കാര്യവും നുണയുമാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ആ നുണയെ ഇവൾ സത്യമാക്കി പറയുമ്പോൾ 18 പേരും സത്യം പറഞ്ഞാൽ നിസ്സഹായരും, അവർ നിരപരാധികളുമായിരുന്നു അല്ലേ? അപ്പം നീ ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എല്ലാവരും എന്തുകൊണ്ട് നിന്നെ വെറുക്കണമെന്ന്? ഈ 18 പേർക്കും പേരൻസ് ഉണ്ടാവും, 18 പേർക്കും കുടുംബം ഉണ്ടാവും, 18 പേർക്കും സിബ്ലിങ്സ് ഉണ്ടാവും. അവർക്കൊന്നും ഇത് വേദനയാകത്തില്ലേ? നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? കൃഷ്ണനെ വരച്ചു കൊണ്ട് കൊടുത്താൽ പ്രസവിക്കുമെന്നും കൃഷ്ണനെ വരച്ചു കൊണ്ട് കൊടുത്താൽ ദാരിദ്ര്യം മാറുമെന്നും ഒക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് 500 രൂപയുടെ ഫോട്ടോ 5000 രൂപയ്ക്കും 15000 രൂപയ്ക്കും വിറ്റ നീ മനുഷ്യസ്ത്രീയാണോടി? ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഫീലിങ്സ് ആണ് അവർ ദൈവത്തിൽ അർപ്പിക്കുന്ന ആ വിശ്വാസം. അതിനെ വിറ്റവളല്ലേ നീ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നീ എവിടെയെങ്കിലും ഒരു ക്ഷമ പറഞ്ഞിട്ടുണ്ടോ? നീ എന്നോട് ചെയ്തത് എത്ര വലിയ ക്രൂവൽറ്റിയാണ്. ഞാൻ കൊണ്ടുപോയി കേസാണ് കൊടുത്തത്. പക്ഷെ ഇതാണ്. അപ്പം ഞാൻ എത്ര വട്ടം തൂങ്ങിച്ചാവണം? ഞാൻ എത്ര വട്ടം കൈയും കാലും മുറിക്കണം? നീ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഉറച്ചു നിന്നു. നീ പറയണതും നീ ചെയ്യുന്നതും എന്താണെന്ന് നീ ആദ്യം കണ്ണാടിയിൽ നോക്ക്. നീ ചെയ്യുന്ന ഈ ചെയ്ത്തിന് നീയാണ് അമ്മയെന്ന് പറയാൻ ആ മക്കൾക്ക് നാണമുണ്ടാവും. അങ്ങനെ ലജ്ജയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന 2 കുട്ടികൾ നിനക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ മുറിക്കുന്ന നല്ലപോലെ മുറിച്ച് നീ അങ്ങ് ചത്തുപോ. ഇങ്ങനെ മുറിച്ചാൽ മാത്രം പോരാ, ബക്കറ്റിൽ കൊണ്ട് കൈയിട്ട് വയ്ക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ ചോര അലിഞ്ഞു ചേർന്നാൽ പിന്നെ ഇത് കട്ടയാ പിടിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവും. നമ്മുടെ ബോഡിയിൽ എവിടെ ഒരു കട്ട് കടന്നാലും കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് അവിടെ കട്ടയാകും. അങ്ങനെ നമ്മുടെ ആ ഫ്ലോ അങ്ങ് ഹോൾഡ് ചെയ്യും. അങ്ങനെ നീ ചാവയൊന്നുമില്ല. നീ ഈ നിരന്തരം ഈ കട്ട് ചെയ്യുന്നതിലും ഭേദം നീ നല്ലപോലെ മുറിച്ചിട്ട് വെള്ളത്തിനകത്ത് കൊണ്ടുവയ്ക്കുക. ടാപ്പ് തുറന്ന് അതിൻ്റെ മൂട്ടിലോട്ട് കൈവച്ചാൽ മതി. രക്തം വാർന്നൊഴുകി നീ തീർന്നോളും. ശല്യം തീരുമല്ലോ. എന്തിനാടി ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിക്കാൻ ഇങ്ങനെ ഈ പേരും വെച്ചുകൊണ്ട് നടക്കണേ? ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും ഞാൻ തട്ട ഊരിയെന്ന്. നീ ജട്ടി ഊരിയ ആർക്കെന്ത്? നീ ജട്ടി ഇട്ട ആർക്കെന്ത്? കുറേ അവന്മാരുണ്ട് ഒരു മേത്തച്ചയെ കിട്ടി അവിടെ തൂക്കി അങ്ങോട്ട് തലയെ വെച്ചിട്ട് കൂത്ത് കാണിക്കുന്നത്. അത്തരം കൂത്ത് കാണിക്കുന്ന കൂത്താടികൾക്ക് നെറ്റിയടിയാണ് അവൾ തന്നിട്ടുള്ളത്. അനുഭവിച്ച് ചീട്ട് വാങ്ങിച്ചോ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇവൾ ചത്താലും ഇവിടെ ഒന്നുമില്ല, ഇരുന്നാലും ഒന്നുമില്ല. ഇവൾ ചത്തു പോകണേണ് ആ കുട്ടികൾക്ക് സേഫ്റ്റി. കാരണം അത്രത്തോളം വൾഗറായി പണമുണ്ടാക്കാൻ എന്ന വ്യാജേന ചെയ്യുന്നത്. കൈകാല ആരോഗ്യമുള്ള നല്ല രീതിയിൽ അത്യാവശ്യം കാണാനും ഭേദമുള്ള നിനക്ക് വേറെ എന്തെല്ലാം തൊഴിൽ ചെയ്യാൻ മതി? ഇതേ ഉള്ളൂ ഒരു തൊഴിൽ. കഷ്ടം എന്നല്ല, ഒന്നും പറയാനില്ല. ഇവളുടെ ഈ ഡ്രാമ ഇങ്ങനെ കണ്ടിട്ട് ഒരു അറസ്റ്റ് പോലും ചെയ്യാൻ അനുവദിക്കാതെ ഇതിനിങ്ങനെ വിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കൊയിലാണ്ടിക്കാരാണ് ആ ചോദ്യം പോലീസ് സ്റ്റേഷനിൽ ചോദിക്കേണ്ടത്. ഇത്രയും വലിയൊരു ക്രിമിനൽ ആക്ടിൽ അവൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ഒരു ദിവസത്തേക്കെങ്കിലും ഇവളെ ഒന്ന് റിമാൻഡിൽ വിടൂ നിങ്ങൾ.
ഒരു ദിവസം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നട്ടെന്നേ, അപ്പം പിന്നെ ഇത് ആവർത്തിക്കത്തില്ല. ഈ രണ്ട് വിഭാഗവും തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനെതിരെ ആക്ഷൻ എടുക്കത്തില്ല. മര്യാദയ്ക്ക് ഇതിനെതിരെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്ത് ഈ പെണ്ണുമ്പിളയെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.